ചങ്കളെ ഇന്ന് ഞായറാഴ്ച രാവിലെ നമുക്ക് ഔട്ട്ഡോർ വർക്കൗട്ടിനായിട്ട് തയ്യാറായിട്ട് നമ്മുടെ ശിഷ്യഗണങ്ങൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ 13കാരനായിട്ടുള്ള അദ്നാൻ മുതൽ 66കാരനായിട്ടുള്ള നമ്മൾ സൈനുദ്ദീൻകാക്ക വരെ ഇവിടെ സെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ എല്ലാവരും ഏറ്റുംപാടി നമ്മൾ വന്നിരിക്കുന്ന പറവണ്ണ ബീച്ചിലാണ് കേട്ടോ. പറവണ്ണ ബീച്ചിൽ വന്ന് നോക്കുമ്പോൾ കര മൊത്തമായിട്ട് നമ്മൾ കടൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ എവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നുള്ള ആകെ കൺഫ്യൂഷനായി. പിന്നെ തൊട്ടടുത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും റിട്ടേൺ ഇങ്ങോട്ട് തന്നെ കയറി. പിന്നെ ഇപ്പോൾ അതാ നമ്മളിതാ ഗ്രൗണ്ടിൽ വന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ലൈനൊക്കെ നിർത്തി നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇതൊരു 3-4 മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ ഔട്ട്ഡോർ വർക്കൗട്ട് തീരുമാനിക്കുന്നതാണ്. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ പ്രാവശ്യം 30% ആൾക്കാർ മുങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ലാസ്റ്റ് നമ്മൾക്ക് കിട്ടിയ ആൾക്കാരായിട്ട് നമ്മളിവിടെ വന്ന് ഇതപ്പോൾ എക്സസൈസൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പ്രതീക്ഷിച്ച പോലെ തന്നെ അടിച്ചാപ്പോൾ ഒരു മഴ ഇങ്ങോട്ട് വന്ന് പിന്നെ എല്ലാവരും പാടി കവറും കാര്യങ്ങളൊക്കെ എടുത്ത് ഓടി ഇതപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നല്ലവരായിട്ടുള്ള നാട്ടിലത്തെ ആൾക്കാർ പിന്നെ നമ്മളോട് അഭിപ്രായം പറഞ്ഞു. കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ എക്സസൈസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ സൗകര്യം ചെയ്തു തന്നു. അപ്പോൾ എന്തായാലും പിന്നീടുള്ള നമ്മുടെ വാമപ്പ് വർക്കൗട്ടുകൾ ഫുള്ള് ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഒരു മഴയൊന്നും പേടിക്കാതെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ലെവലിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് അപ്പോഴും കനത്ത നല്ല മഴയായിരുന്നു. ഒരു പ്രത്യേക വൈബ് കേട്ടോ. നമ്മുടെ ആ ഒരു മഴയുടെ ഒരു എന്താ പറയുക ഒരു കാറ്റും എല്ലാം പാടിയായിട്ട് നമ്മളിവിടെ നന്നായിട്ടുള്ള ഒരു എക്സസൈസും എല്ലാം പാടി ഒരു പ്രത്യേക അനുഭൂതി. എന്തായാലും നമ്മൾ വാമപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റില്ല, നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യമാണ്. അപ്പോൾ ആ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ വ്യായാമം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. ആ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ വാമപ്പ് ഇതെങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു കൂട്ടത്തിൽ തന്നെ നല്ല പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരുണ്ട്. എൻ്റെ ജ്യേഷ്ഠനാണ് ഈ ഒരാൾ സാബി എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ സ്നേഹിതന്മാരുണ്ട്, നമ്മുടെ ശിക്ഷകങ്ങളിൽ പല ഏജുള്ളവരും ഉണ്ട്. എന്തായാലും നമ്മളിത് വളരെ വൈബിൽ നമ്മളിങ്ങനെ വാമപ്പ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എന്താ പറയുക, നമ്മുടെ ജിമ്മിൻ്റെ ഉള്ളിൽ നിന്നല്ലേ എന്നും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ പുറത്ത് നിന്നിട്ട് ഒരു ഫുൾ കാർഡിയോ എക്സസൈസാണ്. ബോഡി എല്ലാം ഒന്ന് വാമപ്പ് ആക്കുന്ന തരത്തിലുള്ള. അപ്പോൾ എന്തായാലും അതിൻ്റേതായിട്ടുള്ള വൈബിൽ നമ്മളിങ്ങനെ വാമപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റേതായിട്ടുള്ള സഹകരണത്തിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതപ്പോൾ നമ്മളിനി കടലിൻ്റെ തീരത്ത് കൂടെ ഒരു ഓട്ടം. എന്തായാലും എല്ലാവരും പാടി ഒരു ലൈനൊക്കെ നിന്ന് ഒരു രസകരമായിട്ട് കടലിൻ്റെ അടുത്ത് കൂടി. അന്നും നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പാടി കൂടിയിട്ടുള്ള നല്ലൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം പിരിയാനെന്നുള്ള ലെവലിൽ ഇപ്പോൾ അതാ നമ്മൾ ഓടിക്കഴിഞ്ഞ് എല്ലാവരും കയറുകയാണ്. ഇനി എല്ലാവരും വന്നിട്ട് ഒരു നല്ല ഒരു ഫോട്ടോ എടുത്ത് സെറ്റായി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ആരോഗ്യത്തോടുള്ള ഒരു ദീർഘായുസ് ഉണ്ടായിരിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാണ്, പ്രാർത്ഥിക്കുകയാണ്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.